ഹൃദയപൂർവം ഭാഗം 68. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ റെഡിയാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർ ആരും അറിയണ്ട, സന്ദീപ് പറഞ്ഞു. ശരി മാധവേട്ട, പക്ഷേ ഞാനൊരു കാര്യം പറയാം. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇനി എനിക്ക് സന്ദീപ് ഇല്ലാതെ പറ്റില്ല. എന്തോ? എങ്ങനെ? മനസ്സിലായില്ല. അവൾ പറഞ്ഞതും മിത്രയും ഇഷാനിയും സാന്ദ്രയും കൂടി അവളോട് ചോദിച്ചു. അത് കേട്ട് അവളൊന്ന് ചിരിച്ചു, കൂടെ മറ്റുള്ളവരും. എന്നാൽ ഒന്നും മനസ്സിലാവാതെ സന്ദീപ് എല്ലാവരെയും നോക്കി. അത് വേറൊന്നുമല്ല, തന്നെ വേണ്ട ഈ ബന്ധത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ ആളാണ് ഇപ്പോൾ ഈ പറയുന്നത്. സന്ദീപിൻ്റെ നോട്ടം കണ്ട് ഉദയൻ പറഞ്ഞു. അത് കേട്ടതും സന്ദീപ് ഗംഗയെ നോക്കി. അവൾ കണ്ണുകൾ മുറുക്കിയടച്ച് നിൽക്കുകയാണ്. അവൻ പെട്ടെന്ന് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട്, നിനക്ക് വേണോടി എന്നിൽ നിന്നും മോചനം? അവൻ ചോദിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു. വേണ്ട എന്ന് തലയണക്കി. എൻ്റെ ദൈവമേ, ഭാഗ്യമുണ്ട് ലക്ഷ്മി പറയുന്നത് കേൾക്കാൻ. അല്ലെങ്കിൽ ഇവളുടെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ ഈ ബന്ധം വേണ്ട എന്നൊക്കെ വെച്ച് അവസാന നിമിഷം ഇവൾ കാല് മാറിയേനെ, നമ്മളെ നാണം കെടുത്തിയേനെ, ഉദയൻ പറഞ്ഞു. അത് കേട്ട് അവൾ വീണ്ടും സന്ദീപിൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അതെ, നീ ഇങ്ങോട്ട് മാറിക്കേ. സന്ദീപ് ഒത്തിരി യാത്ര ചെയ്ത് ക്ഷീണിച്ചതാണ്. അവൻ വീട്ടിലേക്ക് പോട്ടെ, ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. സന്ദീപ്, അവിടെ സഞ്ജയ് ഇല്ലേ വീട്ടിൽ? ഉണ്ട്. അവന് ഷോപ്പിൽ പോകേണ്ട കാരണം അവൻ എൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ ഇന്നിപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയതാണ്. ഇങ്ങോട്ട് സച്ചി വരാണെങ്കിൽ അവനെ എന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞു നിർത്താൻ സഞ്ജയ്ക്ക് മാത്രമേ പറ്റൂ. ഞാൻ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ നിർത്തിക്കൊണ്ട് പോയത്. അപ്പോൾ ഭക്ഷണമൊക്കെ? അതൊക്കെ അവിടെ ജോലിക്കാരുണ്ടല്ലോ. എനിക്കിപ്പോൾ ഒന്നും കഴിക്കാനൊന്നും വേണ്ട, ഒന്ന് കിടന്നാൽ മതി, അത്രയ്ക്ക് ക്ഷീണമുണ്ട്, സന്ദീപ് പറഞ്ഞു. എന്നാ സന്ദീപ് പോയിക്കോളൂ, നമുക്ക് പിന്നെ കാണാം. ഞങ്ങളും ദേ ഇപ്പോൾ അങ്ങോട്ട് തന്നെയാണ് വീട്ടിലേക്ക്, മാധവ് പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം എന്താണെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ്, സന്ദീപ് പറഞ്ഞു. അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് എറണാകുളത്ത്. ഞാൻ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ അറിയിക്കാം, നവീൻ പറഞ്ഞു. സന്ദീപ്, ഇവള് പറഞ്ഞ ആ ബ്രൈഡൽ സ്റ്റുഡിയോ എന്ന സ്വപ്നം അത് നമുക്ക് അങ്ങോട്ട് സാക്ഷാത്കരിച്ച് കൊടുത്താലോ? താൻ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞല്ലോ, അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. എന്നാ ഞാനൊരു സജഷൻ പറയട്ടെ. തൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഇരിക്കുന്നത് തൻ്റെ സ്വന്തം സ്ഥലത്തല്ലേ? അതെ, അത് എൻ്റെ സ്വന്തം സ്ഥലവുമാണ്, എൻ്റെ സ്വന്തം സ്ഥാപനവുമാണ്, സന്ദീപ് പറഞ്ഞു. എന്നാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് കണ്ടിട്ടില്ലേ? ആ ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോറ് അത് ഒഴിഞ്ഞുകിടക്കാണ്. ഞാൻ അറിയുന്ന ഒരാളുടെയാണത്. വേണമെങ്കിൽ അവിടെ നോക്കിയാലോ? ഇവളവിടെ വരുന്നത് കൊണ്ട് തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മാധവ് സന്ദീപിനോട് ചോദിച്ചു. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാനത് ഓർത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അവിടെ എന്നും ചെല്ലുന്ന ആളാണ് ഞാൻ, എന്നിട്ടും ഞാൻ മറന്നുപോയി, സന്ദീപ് പറഞ്ഞു. എന്നാൽ നമുക്കതിന് സംസാരിക്കാം. നല്ല സ്ഥലമാണ്. അവിടെ തന്നെ ജ്വല്ലറികൾ, ടെക്സ്റ്റൈൽസുകൾ എന്നുവേണ്ട എല്ലാം ഉണ്ട്. അക്കൂട്ടത്തിൽ ബ്രൈഡൽ സ്റ്റുഡിയോ കൂടി വന്നാൽ നന്നായിരിക്കും. കല്യാണ പർച്ചേസിങ്ങിനും മറ്റും വരുന്ന ബ്രൈഡൽസിന് അവരുടെ അന്നത്തെ ദിവസം മനോഹരമാക്കാൻ ഇയാളെ ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഗംഗ എന്ന ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു ഭാഗ്യം നമ്മുടെ പാലക്കാടിന് കിട്ടട്ടെ, എന്തു പറയുന്നു? ഉദയൻ പറഞ്ഞു. അതെ, അത് തന്നെയാണ് നല്ലത്. അടുത്തടുത്താകുമ്പോൾ ഇവർക്ക് വഴക്കൂടാനും എന്ത് പ്രശ്നം ഉണ്ടാക്കാനും ആ പ്രശ്നം പരിഹരിക്കാനും ഇവർ അടുത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത്, നവീൻ പറഞ്ഞു. അത് കേട്ട് ഗംഗ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ അവനെ നോക്കണ്ട, അവൻ പറഞ്ഞത് സത്യമാണ്. അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ്. എനിക്ക് വേണ്ട, എനിക്ക് ഇതിനകത്തുനിന്ന് മോചനം വേണം, എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ വന്നെന്ന് വാവിട്ട് കരഞ്ഞത്, മാധവ് പറഞ്ഞു. അതെ, എനിക്ക് മാധവേട്ടൻ്റെ പെണ്ണിനെ പോലെ അത്രയ്ക്ക് ഒരുപാട് ആലോചിച്ച് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. ആ കഴിവ് മുഴുവനും ഞങ്ങളെക്കാൾ കൂടുതലുള്ള ആളെയാണ് മാധവേട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നത്, ഗംഗ പറഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചതും. അതെ, ഈ പറയുന്നതേ എൻ്റെ പെണ്ണിന് മാത്രമല്ല, എല്ലാവർക്കുമാകാം. നീ ആരോടാ മാധവ് ഇത് പറയുന്നത്? ഇവളുമാരോടോ? ഒരെണ്ണത്തിനും ബോധമില്ല, എല്ലാത്തിനും എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാണ്, ഉദയൻ പറഞ്ഞതും സാന്ദ്ര മുഖം വീർപ്പിച്ചു. കണ്ടോ, ഞാനിപ്പോൾ പറഞ്ഞത് ഒരു സത്യസന്ധമായ കാര്യമല്ലേ? അപ്പോഴേക്കും മുഖം വീർപ്പിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാനുള്ള കഴിവില്ല എന്ന്. അത് ശരിയാട്ടോ മാധവേട്ട പറഞ്ഞത്. അങ്ങനെ ആലോചിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ
ഈ മനുഷ്യനെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു, സാന്ദ്ര പറഞ്ഞു. നീ ഇപ്പോൾ അതെന്തിനാ ഇവിടെ പറയുന്നത്? വിവാഹം കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, ഉദയൻ പറഞ്ഞു. ദേ മതി മതി, ഒരാളുടെ വഴക്ക് മാറ്റി വന്നപ്പോഴേക്കും അടുത്ത ആൾ കയറി പിടിക്കണ്ട കേട്ടോ. അതെ, നമുക്ക് പോകാം, ഇപ്പോൾ തന്നെ സമയം ഒത്തിരി വൈകി. അതുമാത്രമല്ല, ഇയാൾക്ക് നല്ല ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് തന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ നടന്നു. സന്ദീപ് കാറിൻ്റെ അടുത്തേക്ക് ചെന്നതും, അതേ ആ പെൺകൊച്ചില്ലേ? ഏത് പെൺകൊച്ച്? അവൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്ന ഗംഗയെ അവൻ നോക്കി. മറ്റേ പെൺകൊച്ച്? ഏത് മറ്റേത്? നീ മര്യാദയ്ക്ക് പറയ് ഗംഗ, ആരെപ്പറ്റിയാ നീ പറയുന്നത്? ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ആ പെൺകൊച്ചില്ലേ? ഏത്, നീളയോ? ആ, നീളയോ വളയോ എന്തു ആയിക്കോട്ടെ, ആ പെൺകൊച്ചിൻ്റെ ഫോട്ടോ ഉണ്ടോ? ഗംഗ ചോദിച്ചതും ഒരു പുഞ്ചിരിയോടെ കാറിലേക്ക് ചാരി സന്ദീപ് കൈകെട്ടി നിന്നു. എന്തിനാ? അത് പിന്നെ എനിക്കൊന്ന് കാണാൻ. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നിങ്ങളുടെ അമ്മയ്ക്ക് സെലക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാ, അവൾ പറഞ്ഞു. അമ്മയ്ക്ക് സെലക്ഷൻ ഉണ്ടോ എന്നറിയാനാണോ, അല്ലെങ്കിൽ എൻ്റെ പെണ്ണിന് ചെറിയൊരു കുശുമ്പ് തോന്നിയിട്ടാണോ? തന്നെക്കാൾ ഭംഗിയുള്ളതാണോ അവളെന്നറിയാനുള്ള ഒരു ആഗ്രഹമാണോ? സന്ദീപ് ചോദിച്ചതും, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാ, അവൾ പറഞ്ഞു. നോക്കട്ടെ, ഫോണിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒന്ന് തപ്പിയാൽ കിട്ടുമായിരിക്കും, അവൻ പറഞ്ഞു. അല്ല, ആ പെൺകൊച്ച് എന്താ ചെയ്യുന്നത്? അവൾ ചോദിച്ചു. അവള് എൻ്റെ അമ്മയെ പോലെ തന്നെ ഒരു വക്കീലാണ്. ഓ, അതാണ് നിങ്ങളുടെ അമ്മയ്ക്ക് അവളോട് ഇത്ര പ്രണയം അല്ലേ? ആ, അതായിരിക്കും. സ്വന്തം വർഗഗുണം കാണിക്കണമല്ലോ, സന്ദീപ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ആ അതെ, അതാണ്. അല്ലാതെ മോനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല. അതെ, എനിക്ക് അവളെ കാണണ്ട. എന്തു പറ്റി? വേണ്ടാന്നേ. അല്ല, എന്തായാലും ആഗ്രഹം പറഞ്ഞതില്ലേ, ഞാൻ കാണിച്ചു തരാം. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ വിട്ടുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. പിണങ്ങി പോവാണോ, അവൻ ചോദിച്ചു. പിണക്കൊന്നുമില്ല, എനിക്ക് കാണണ്ട, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ വന്ന് ഉദയൻ്റെ കാറിൽ കയറി. വീണ്ടും ഉടക്കിയോ, അവളെ കണ്ടതും സാന്ദ്ര ചോദിച്ചു. ഇല്ല, ഉടക്കിയില്ല. അല്ല, എന്തായി? ആ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ കണ്ടോ? സാന്ദ്ര ചോദിച്ചതും ഗംഗ അവളെ തിരിഞ്ഞു നോക്കി. എങ്ങനെ മനസ്സിലായി ഞാൻ ഫോട്ടോ ചോദിച്ചു എന്ന്? പിന്നല്ലാതെ, എനിക്ക് വരെ ആഗ്രഹം തോന്നി എങ്ങനെയുണ്ട് ആ പെങ്കൊച്ചിനെ കാണാനെന്ന്. ഞങ്ങളുടെ ഗംഗയെക്കാളും സുന്ദരിയാണോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം, സാന്ദ്ര പറഞ്ഞു. ഞാൻ കണ്ടില്ല. പിന്നെ നീ എന്തിനാ പോയത്? അത് പോയത് അതിനു വേണ്ടി തന്നെയാ. എന്നിട്ട്? അവളുടെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ വക്കീലാണെന്ന്. സന്ദീപിൻ്റെ അമ്മയെപ്പോലെ തന്നെ. അതുകൊണ്ടാ അവർക്ക് ആ മോളോട് ഇത്ര സ്നേഹം. അല്ലാതെ മോനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നല്ല, സ്വന്തം വർഗഗുണം കാണിച്ചതാ. ഓ, അതുകൊണ്ടാണ് ഈ മുഖം ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ഇഷാനി ഗംഗയുടെ കവിളിൽ പിടിച്ചു. നിങ്ങൾ സ്ത്രീകൾക്ക് പൊതുവെ കുശുമ്പും കുന്നായ്മയും കുറച്ച് കൂടുതലാണ്. അതാ പ്രശ്നം. അതൊന്ന് മാറ്റിവെച്ചാൽ പ്രശ്നം പലതും നിങ്ങളുടെ തീരും. ഉദയൻ കാർ സ്റ്റാർട്ട് ചെയ്തതും പറഞ്ഞു. അത് സത്യമാണ് കേട്ടോ. ഞങ്ങൾ പുരുഷന്മാർക്കില്ലല്ലോ ഇങ്ങനെ കുശുമ്പും കുന്നായ്മയൊന്നും. അതാണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നവീൻ കൂടി പറഞ്ഞതും, ശരി, സമ്മതിച്ചു. ഞങ്ങൾ സ്ത്രീകൾക്ക് കുശുമ്പും കുന്നായ്മയും എല്ലാം കൂടുതലാണ്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ ഞങ്ങളെ വിവാഹം കഴിക്കുന്നത്? ഈശാനി ചോദിച്ചു. അതെ, അതൊരു പ്രകൃതി നിയമമാണല്ലോ. ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഒരു പുരുഷൻ വേണം, ഒരു പുരുഷനായാൽ അതിന് സ്ത്രീ വേണം. അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ തിരഞ്ഞെടുക്കുന്നു. അതിന് കുശുമ്പുണ്ടോ കുന്നായ്മയുണ്ടോ സൗന്ദര്യമുണ്ടോ ബോധമുണ്ടോ എന്നൊക്കെ ആര് നോക്കാൻ? അങ്ങനെ നോക്കാനാണെങ്കിൽ നിങ്ങൾ സ്ത്രീകളെല്ലാം അവിടെ മുരടിച്ചു നിന്ന് പോകത്തേയുള്ളൂ, ആരും ചെക്കനെ കിട്ടാതെ. ഓ, അങ്ങനെ. ശരി ശരി, സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യം. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഒരുപാട് കുറവുണ്ട്. സമ്മതിച്ചു തന്ന ആ പ്രശ്നം അവിടെ തീർന്നല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് സാന്ദ്രയും ഇഷാനിയും എല്ലാം ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ആ, അത് പറഞ്ഞപ്പോഴാ, ഇഷാനി, നീ നാളെ പോകുന്നുണ്ടോ ഓഫീസിലേക്ക്? പിന്നെ പോണം. എന്നെ കാണാതെ അവിടെ നിന്നും കോളുകൾ വന്നു തുടങ്ങി. അവൾ പറഞ്ഞതും അവളുടെ ഫോൺ റിങ് ചെയ്തു. അവൾ ഫോൺ എടുത്ത്, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്നെ കാണാതെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഹലോ, ആ പറയ് രാകേഷ്. ഇല്ല, ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ എത്തൂ. അതെയോ? ആ, പിന്നെന്താ, കൊണ്ടുവരാലോ.
ഞാൻ നാളെ ഒന്ന് നോക്കട്ടെ, ഇവിടെ കിട്ടുമെന്ന് നോക്കിയിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെക്കാം. അത്രയ്ക്ക് ഇഷ്ടമാണോ തനിക്കത്? അതെയോ? ആഹാ, ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അച്ഛൻ അറിയുമായിരിക്കും എവിടെ കിട്ടുമെന്ന്. എന്നാൽ പിന്നെ ഞാനത് വാങ്ങിയിട്ട് വരാം. ഇപ്പോൾ എവിടെയാണ് രാകേഷ്? അതെയോ? അമ്മയോട് അന്വേഷണം പറയണേ. ആണോ? കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണോ? അതിനെന്താ, ഞാൻ വരാമല്ലോ ഒരു ദിവസം വീട്ടിലേക്ക്. ഇനിയിപ്പോൾ അധികം നാളൊന്നും ഞാൻ അവിടെ ഉണ്ടാവില്ല. ഞാൻ നാട്ടിലേക്ക് ട്രാൻസ്ഫർ നോക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ഏകദേശം ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കൂടിയ ഒരു 2-3 ആഴ്ച കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോരും. അയ്യോ ഇല്ല, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്താ രാകേഷിന് പാലക്കാട്ടേക്ക് വന്നെന്ന് ഇത്ര നിർബന്ധം? അവൾ സംസാരിക്കുന്നതെല്ലാം കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നവീൻ ശ്രദ്ധിക്കുന്നുണ്ട്. നവീൻ മാത്രമല്ല, ഉദയനും. എന്നാൽ ഇഷാനി അടുത്തിരുന്ന സാന്ദ്രയെയും ഗംഗയെയും ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ശരി രാകേഷ്, ഞാൻ വിളിക്കാം. ഞാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട് വരാട്ടോ. ഓക്കെ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ആരാടാ ഈ രാകേഷ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറന്നുപോയോ? എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു രാകേഷിനെ പറ്റി. എറണാകുളത്ത് തന്നെയുള്ള ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ്റെ ഫ്ലാറ്റ്. അമ്മയും ഇവനും മാത്രമേ ഉള്ളൂ. എപ്പോഴും പറയും എന്നെ കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിലേക്ക് ക്ഷണിക്കായിരുന്നു. ഞാനപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയായിരുന്നു അവനും പാലക്കാട് ഒരുപാട് ഇഷ്ടമാണ്, അവനും ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്ന്. അതുമാത്രമല്ല, അവൻ്റെ അമ്മയ്ക്ക് എന്നെ കാണണമെന്ന്. അത് എന്നോട് ഇഷ്ടം പറഞ്ഞപ്പോഴേ പറഞ്ഞു അമ്മയ്ക്ക് തന്നെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അവൻ്റെ പിറന്നാൾ ദിവസം ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവരും പോയി, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. എന്തോ കാരണം കൊണ്ട് അന്ന് എനിക്ക് പോകാൻ പറ്റാതെ ആയപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു അമ്മ എന്ന് പറഞ്ഞു. എന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നീ അവൻ്റെ ഇഷ്ടം നീ അത് വേണ്ടാന്ന് വെച്ചിരുന്നോ? ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അന്നൊന്നും പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ച് നോക്ക്, അവർക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടുകൂടി ആള് ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അമ്മയും കൂട്ടി ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞു ഒരിക്കൽ ഞാൻ വരുന്നുണ്ട് തൻ്റെ വീട്ടിലേക്കെന്ന്. അല്ല, ഇപ്പം എന്ത് സാധനം ആൾ വാങ്ങിക്കൊണ്ടു പോകാൻ പറഞ്ഞത്? രാമശ്ശേരി ഇഡ്ഡലി. അതോ കിട്ടുമെന്നാണ് ചോദിച്ചത്. ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെന്നോട് ബാക്കിയുള്ളവരും പറയൂ കേട്ടോ, നീ വരുമ്പോൾ പറ്റുമെങ്കിൽ വാങ്ങിക്കൊണ്ടുവരണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ അച്ഛനോടൊന്ന് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചാ, പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകാൻ. അവൻ്റെ അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം പോകുമ്പോൾ വാങ്ങിക്കൊണ്ടു പോകണം, അവൾ പറഞ്ഞു. അല്ല ഇഷാനി, ഇനിയിപ്പോൾ നീ പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ ആയി വന്നു കഴിഞ്ഞാൽ ആ അമ്മയും മോനും കൂടി ഇങ്ങോട്ട് വരുമോ പാലക്കാട്ടേക്ക്? സാന്ദ്ര ചോദിച്ചു. അറിയില്ല, ലക്ഷണം കണ്ടിട്ട് വരാനാണ് സാധ്യത, അവൾ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരുന്ന നവീനെ ഉദയൻ കാണുന്നുണ്ടായിരുന്നു. അല്ല, ഇനിയിപ്പോൾ നവീൻ ചേട്ടൻ്റെ പ്രപ്പോസൽ വന്ന സ്ഥിതിക്ക് നിനക്ക് പറയായിരുന്നില്ലേ നിന്റെ വിവാഹം ഉറപ്പിച്ചു എന്ന്? എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഇതിപ്പോൾ സംസാരിച്ച് വെച്ചിട്ടില്ലേ ഉള്ളൂ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേദിവസം പറയാം. അതുവരെ ഇതൊരു രസമല്ലേ? പുള്ളി ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ നോക്കുന്നതും ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി സ്പെഷ്യൽ പറയുമ്പോഴും വൈകിട്ട് പ്രത്യേകം സ്നാക്സ് വാങ്ങിത്തരുമ്പോഴും അതൊക്കെ ഒരു രസമല്ലേ? എന്തിനതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നത്? അവൾ പറഞ്ഞതും വേണ്ടടി, നീ മിസ് ചെയ്യണ്ട, നീ അതെല്ലാം വാങ്ങി വെച്ചോ. ഒന്നും ഇവിടെ കിട്ടാത്തത് പോലെയാണല്ലോ. അല്ല, ഇതൊക്കെ വാങ്ങാൻ നിന്റെ കയ്യിൽ കാശില്ലേ? നീ പണിയെടുക്കുന്ന പൈസ കൊണ്ടല്ലല്ലോ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിക്കാനും സ്നാക്സ് വാങ്ങിക്കഴിക്കാനും സ്പെഷ്യൽ വാങ്ങിക്കഴിക്കാനും നിന്റെ കയ്യിൽ കാശില്ലേ? പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞിരുന്ന് നവീൻ പറഞ്ഞതും ഉദയൻ നെറ്റിയിലടിച്ചു. നശിപ്പിച്ചു. എടാ, അവളുമാർ നിന്നെ വട്ടാക്കിയതാണ്. അതെ, കണ്ടോ, അടുത്തിരുന്ന ആൾക്ക് മനസ്സിലായി. എങ്ങനെയുണ്ട്? കുശുമ്പില്ലല്ലേ? ഇതാ പറഞ്ഞത്. ഈ കുശുമ്പ് എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെ മനസ്സിലും ചിന്തകളിലും എല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് സ്ത്രീകൾക്ക് മാത്രമാണ്, പുരുഷന്മാർക്ക് അങ്ങനെയില്ല എന്നൊന്നുമില്ല. ഇപ്പോൾ ദേ ഞാൻ ഒരാളെ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ദേഷ്യം കയറിയത്? ഇപ്പോൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടത്? അവൻ്റെ മുഖത്ത് നോക്കി ഇഷാനി ചോദിച്ചതും നവീൻ പെട്ടെന്ന് കണ്ണുകളടച്ചു. അയ്യേ, ഇനിയിപ്പോൾ ചമ്മണ്ട. എന്നെ വിളിച്ചത് ലക്ഷ്മിയാണ്. എവിടെ എത്തിയെന്ന് ചോദിച്ചു. അത് വീട്ടിലേക്ക് വൈകിട്ട് ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു. ഉദയേട്ടാ, ആ ടൗണിലെ കുഴിമന്തിയൊക്കെ കിട്ടുന്ന കടയില്ലേ, അവിടെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അവരവിടെ വെയിറ്റ് ചെയ്യാണ്, നവീനെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
നശിപ്പിച്ചില്ലടാ, ഇനി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കെ. ഉദയൻ പറഞ്ഞതും നവീൻ പറ്റിപ്പോയി എന്നുള്ള രീതിയിലായി. സമയം ഇരുട്ടായി തുടങ്ങിയിരുന്നു. ദേ ആ കടയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ലക്ഷ്മിയും മാധവും എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകിലായി തന്നെ കൊണ്ടുപോയി ഉദയൻ വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്നും സന്തോഷത്തോടെ മിത്രയും ഇഷാനിയും ഗംഗയും സാന്ദ്രയും കൂടി ഇറങ്ങി. അവർ നേരെ ലക്ഷ്മിയുടെയും മാധവിൻ്റെയും അടുത്തേക്ക് ചെന്നു. എന്താണ് ഇത്ര സന്തോഷം? മാധവ് ചോദിച്ചു. അത് എന്താണെന്നറിയാം മാധവേട്ടാ, ചിലർക്ക് ഒരു സംശയം ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രമേ കുശുമ്പും കുന്നായ്മയും ഉള്ളൂ എന്ന്, ആണുങ്ങൾക്ക് അതില്ല എന്ന്. ഞാനതൊന്ന് തെളിയിച്ചു കൊടുത്തതാ, ഇഷാനി പറഞ്ഞു. അത് കേട്ട് മാധവ് നോക്കിയത് അവരുടെ പുറകെ വരുന്ന ഉദയനെയും അവൻ്റെ കൂടെ വരുന്ന നവീനെയുമാണ്. ഉദയൻ നവീനെ എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തു പറ്റി? മാധവ് ചോദിച്ചു. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ എൻ്റെ മാധവേ? ഇവൾമാർ വിരിച്ച വലയിൽ ദേ ഇവൻ ചെന്ന് വീണു കൊടുത്തു, അത് തന്നെ. പിന്നീട് കാറിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ പറഞ്ഞതും മാധവ് നവീനെ നോക്കി. അവനെ കുറ്റം പറയാൻ നിൽക്കണ്ട, എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് അവനും തോന്നിയത്. അതിനിപ്പോൾ പെണ്ണെന്നോ? ഇപ്പോൾ തന്നെ സന്ദീപിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഈ കൊച്ചു ചെന്ന് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു നോക്ക്. മാധവ് പറഞ്ഞതും ഗംഗ മാധവിനെ നോക്കി. ഞാൻ എന്ത് പറഞ്ഞൂന്ന്? അതറിഞ്ഞു. മോൾക്ക് അവൻ്റെ ആ മുറപ്പെണ്ണിനെ കാണാൻ അത്രക്ക് ആഗ്രഹമുണ്ടോ? മാധവ് ചോദിച്ചു. എനിക്കങ്ങനെയൊന്നുമില്ല. പിന്നെ നീ എന്തിനാ നിലയുടെ ഫോട്ടോ ചോദിച്ചത്? അത് ഞാൻ ചുമ്മാ ചോദിച്ചതാ. അല്ല, ഞാൻ ചോദിച്ചു എന്ന് മാധവേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു. പെട്ടെന്നാണ് അവിടെ സന്ദീപിൻ്റെ ശബ്ദം കേട്ടത്. അവൻ ആ ഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അല്ല, സന്ദീപ് പോയില്ലേ? ഇല്ല, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. വീട്ടിൽ വിളിച്ചപ്പോൾ സഞ്ജയ് പറഞ്ഞു അവൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുമെന്ന്. എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാ അവിടെ ചെന്ന് ജോലിക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി വണ്ടി നിർത്തിയപ്പോഴാണ് മാധവും ഇവിടെ വണ്ടി നിർത്തിയത്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്, അതുകൊണ്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയതാണ്. എല്ലാവർക്കും ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയമാണ് ബ്ലോക്കിൽ കിടക്കുന്ന ഒരു വണ്ടിയിലേക്ക് ലക്ഷ്മിയുടെ ശ്രദ്ധ പോയത്. ഒരു ബ്ലാക്ക് SUV ആയിരുന്നു അത്. അവൾ അതിലേക്ക് നോക്കി. അവളുടെ കൈ അപ്പോഴും മാധവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ വണ്ടിയിലേക്ക് നോക്കിയ ലക്ഷ്മിയുടെ കൈ മാധവിൻ്റെ കയ്യിൽ മുറുകി. അവളുടെ കൈയുടെ മുറുക്കം അറിഞ്ഞതുപോലെ മാധവ് അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് അവൾ പേടിയോടെ നോക്കി നിൽക്കുന്നത് കണ്ടത്. അവളുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കി മാധവ്. എന്തുപറ്റി ലക്ഷ്മി? മാധവ് ചോദിച്ചു. ഈശ്വർ. അവൾ ആ പേര് പറഞ്ഞതും അടുത്തു നിന്ന എല്ലാവരും ആ പേര് കേട്ട ഭാഗത്തേക്ക് നോക്കി. കോ ഡ്രൈവിംഗ് സീറ്റിൽ ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരാളിലേക്കാണ് ലക്ഷ്മിയുടെ കണ്ണെന്ന് കണ്ടതും അവരും അയാളെ തന്നെ നോക്കി. എന്നാൽ അങ്ങോട്ട് നോക്കിയ സന്ദീപ്, അത് ഈശ്വരാണല്ലോ, അവനെന്താ ഇവിടെ? സന്ദീപ് പറഞ്ഞതും അവൻ പറഞ്ഞത് കേട്ട എല്ലാവരും ഞെട്ടലോടെ സന്ദീപിനെ നോക്കി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.